എൻ്റെയും നിങ്ങളെയൊക്കെ മനസ്സിൽ പലപ്പോഴായിട്ട് വന്നു പോയിട്ടുള്ള ഒരു ചിന്തയായിരിക്കും, എന്തുകൊണ്ടായിരിക്കും പടച്ചോൻ എൻ്റെ പല പ്രാർത്ഥനകൾക്കും ഉത്തരം നൽകാത്തത്. ഇങ്ങനൊരു ചിന്ത എപ്പോഴെങ്കിലുമൊക്കെ നിങ്ങളുടെ ഉള്ളിൽ വന്നിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്ക് കാണാം. കാരണം നിങ്ങളെ മനസ്സിൽ എവിടെയെങ്കിലുമൊക്കെ ഒരു ഭാഗത്ത് ഒരു ചെറിയൊരു തണുപ്പ് ഫീൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ വീഡിയോ നിങ്ങളെ സഹായിക്കും. കാരണം ഈ വീഡിയോയിൽ ഞാൻ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട്, സംസാരിക്കാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നത് എന്താ വെച്ചാൽ, നമ്മൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകൾക്കുള്ള ഉത്തരം അത് ഏതൊക്കെ തരത്തിലാണ് നമ്മുടെ അടുത്തേക്ക് എത്തുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു റിവാർഡ് ഏതൊക്കെ തരത്തിലാണ് നമ്മളിലേക്ക് എത്തിപ്പെടുന്നത് എന്നുള്ളതിനെ കുറിച്ചിട്ടാണ്. ഫസ്റ്റ് ഓഫ് ഓൾ പറയട്ടെ, ഈ ഒരു വീഡിയോ കുറച്ചും കൂടി നമ്മുടെ ഒരു സ്പിരിച്വാലിറ്റി ആയിട്ട് ടച്ച് ചെയ്തിട്ടുള്ള കാര്യങ്ങളായിരിക്കും. ആൻഡ് ഓൾസോ ഈ ഒരു മോഡൽ തന്നെയായിരിക്കും, ഒരു കാഷ്വൽ ടോക്കാണ് ഞാനും ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഒന്നും കൂടി കൂടുതൽ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ സാധിക്കും എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പം പൊതുവെ എല്ലാവരും പ്രാർത്ഥനയെ നമ്മൾ പറയാറുള്ളത് എങ്ങനെയെന്ന് വെച്ചാൽ, ഒരു മനുഷ്യൻ അവൻ്റെ എല്ലാ എക്യുപ്മെൻസും ഒക്കെ ഉപയോഗിച്ച് കഴിഞ്ഞ് അവൻ്റെ എല്ലാ സംഗതികളൊക്കെ പോകേണ്ട ഡോക്ടേഴ്സിനൊക്കെ പോയി കണ്ടതിന് ശേഷം, അല്ലെങ്കിൽ ആ ഒരു സമയത്തൊക്കെ അവർ പറയും, ഇനി നിങ്ങൾ പ്രാർത്ഥിക്കൂട്ടോ എന്നൊക്കെ പറയും. ഡോക്ടേഴ്സ് പറയും, നിങ്ങൾ പ്രാർത്ഥിക്കൂ, ചെയ്യാനുള്ളതൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട് എന്ന് പറയും. അതായത് ഒരു മനുഷ്യന് അവസാനം എടുക്കുന്ന എന്നാൽ ഏറ്റവും പവർഫുള്ളായിട്ടുള്ളൊരു ആയുധമാണെന്ത്? പ്രാർത്ഥന എന്നുള്ളത്. ഈ പ്രാർത്ഥന നമ്മൾ പല ഘട്ടത്തിൽ പല രൂപത്തിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മളെ ദൈവത്തിനോട്, പടച്ചവനോട് ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൽ ചെറിയ ചെറിയ പ്രാർത്ഥനകൾ വരുന്നുണ്ട്, വലിയ വലിയ പ്രാർത്ഥനകൾ വരുന്നുണ്ട്, എല്ലാം അതിൽ ഇൻക്ലൂഡഡ് ആണ്. അപ്പം ഇതിൽ നമ്മൾ ഇത്രയും കാലത്തെ പ്രാർത്ഥനകളിൽ നമ്മൾ ശ്രദ്ധിച്ചിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ, ചിലതൊക്കെ കിട്ടുന്നുണ്ട്, ചിലതൊന്നും കിട്ടുന്നില്ല. മുന്നത്തെ ഒരു വീഡിയോയിൽ വൈറലായൊരു വീഡിയോ ഉണ്ടല്ലോ, ചിലതൊക്കെ ശരിയാവും, ചിലതൊന്നും ശരിയാവില്ല എന്ന് പറയുന്ന പോലെ, നമ്മളിത് ചിലതൊക്കെ സമയത്തൊക്കെ ശരിയാവും, ചിലതൊന്നും ശരിയാവുന്നില്ല. അപ്പം എന്തുകൊണ്ട് ചിലത് ശരിയാവുന്നില്ല, എന്തുകൊണ്ട് ചിലത് ശരിയാവുന്നു, ഇതിനെക്കുറിച്ചിട്ട് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് സംസാരിക്കാം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ പറയട്ടെ, ഇത് ഞാൻ ഇത്രയും കാലം എൻ്റെ ഉള്ളിൽ കിട്ടിയിട്ടുള്ള, അല്ലെങ്കിൽ ഞാൻ പഠിച്ചിട്ടുള്ള അറിവുകളൊക്കെ വെച്ചിട്ട് ചെയ്യുന്നൊരു വീഡിയോ ആണ്. എന്തെങ്കിലും തെറ്റുകളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ അറിയിക്കാം. അതുപോലെ തന്നെ ഈ വീഡിയോ കണ്ടതിന് ശേഷവും നിങ്ങൾ എന്ത് ചെയ്യണം, ഇതിനെക്കുറിച്ചിട്ട് തുടർന്നും പഠിക്കണം. നിങ്ങളേതായിട്ടുള്ള അറിവുകൾ ഇനിയും തുടർന്നും ഇതിനെക്കുറിച്ചിട്ട് എന്ത് ചെയ്യണം, നിങ്ങൾ നേടണമെന്ന് ആദ്യമേ ഞാൻ എന്ത് ചെയ്യണം, ഒരു ഡിസ്ക്ലൈമർ പോലെ പറയാണ്. അപ്പം നമ്മൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകൾക്ക് ഞാനിതിനൊരു 3 വിഭാഗമാക്കിയിട്ട് തരംതിരിക്കുന്നുണ്ട്. ഒന്നാമത്തെ എന്താണെന്ന് വെച്ചാൽ, നമ്മൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകൾക്ക് ആ മൊമെൻറ്റിൽ തന്നെ എന്ത് ചെയ്യാണ്, നമുക്ക് ആൻസർ കിട്ടുകയാണ്, നമുക്ക് ആ മൊമെൻറ്റിൽ തന്നെ ഉത്തരം കിട്ടുകയാണ്. അപ്പം ഞാൻ ദൈവത്തിനോട്, പടച്ചവനോട് ഒരു സംഗതി പറയാണ്, പടച്ചവനെ ഇതൊന്ന് ശരിയാക്കി തരണേ, പടച്ചവനെ എൻ്റെ ആ ഒരു ഇൻ്റർവ്യൂ ഒന്ന് റെഡിയാക്കി തരണേ, എനിക്ക് ആ ജോലി ഒന്ന് ശരിയാക്കി തരണേ എന്ന്. അല്ലെങ്കിൽ ഏത് തരത്തിലുള്ള പ്രാർത്ഥന ആവട്ടെ, ചെറുതോ വലുതോ, ഞാനത് പ്രാർത്ഥിച്ച് ആ ഒരു സമയമാകുന്ന സമയത്തിന് എന്താണ്, അതെനിക്ക് റെഡിയായി കിട്ടുകയാണ്, അതെനിക്ക് ഓക്കെ ആയിട്ട് കിട്ടുകയാണ്. ഇതാണ് ഒന്നാമത്തൊരു വിഭാഗം. അതാണെങ്കിൽ എന്താണ്, നമുക്കെല്ലാവർക്കും സന്തോഷം, നല്ലൊരു എന്താ പറയുക, ഒരു ഹാപ്പി അല്ലേ. ഇനി രണ്ടാമത്തെ ഒരു ഏരിയ വരുന്നുണ്ട്. ഇത് അധികം ആളുകൾക്കും ലൈഫിൽ എക്സ്പീരിയൻസ് ഉണ്ടാവും, പക്ഷെ അധികം ആളുകൾ നോട്ടീസ് ചെയ്യാത്തൊരു ഏരിയയാണ്. എന്താണെന്ന് വെച്ചാൽ, നമ്മൾ പ്രാർത്ഥിക്കുന്ന പല പ്രാർത്ഥനകൾക്കുള്ള ഉത്തരം ഡിലേ ആയിട്ട് കിട്ടുക. അതായത് ഇപ്പോൾ 2026 ആണല്ലോ, ഞാൻ ഇങ്ങനെ പ്രാർത്ഥിക്കുക, പടച്ചോനെ 2026 എന്നൊരു കോടീശ്വരനാക്കി തരണേ എന്ന് ഞാനിങ്ങനെ പ്രാർത്ഥിച്ച് ഞാൻ ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്ത് 2026 2027 2026 8 2029 2030 2037 ഞാൻ എന്ത് ചെയ്യുന്നത്, അതായത് 2037 ഏകദേശം 10 വർഷം എടുത്തിട്ടാണ് ഞാൻ എന്ത് ചെയ്യുന്നത്, ഒരു കോടീശ്വരനായിട്ട് മാറുന്നത്. അപ്പം ഞാൻ പ്രാർത്ഥിച്ച പ്രാർത്ഥന ഏകദേശം 10 വർഷം എന്ത് ചെയ്തിട്ടുണ്ട്, ഡിലേ ആയിട്ടുണ്ട്. ഇതുപോലെ ഞാൻ ചില ജോലിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്, ചില രോഗം മാറാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നത്, ഇങ്ങനെ എന്ത് തന്നെ ആവട്ടെ, ഏത് പ്രാർത്ഥന ആവട്ടെ, ചിലതൊക്കെ നമുക്കൊരു സമയം വരെ നമ്മളെ കയ്യിൽ കിട്ടാതെ അതിന് ശേഷം കിട്ടുന്ന ആ പ്രാർത്ഥിച്ച സംഗതി കിട്ടുന്നതുണ്ടാവും. അതിൻ്റെ രൂപമാറ്റങ്ങളിലും കിട്ടുന്നുണ്ടാവും കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ പ്രാർത്ഥിക്കുകയാണ്, ദൈവമേ എനിക്ക് അത് കിട്ടണേ, അല്ലെങ്കിൽ പടച്ചോനെ അത് കിട്ടണമെന്ന് പ്രാർത്ഥിച്ച് ആ വർഷം അത് കിട്ടിയില്ല, എന്നാൽ അത് കഴിഞ്ഞിട്ടുള്ളൊരു 3 വർഷം കഴിഞ്ഞാൽ അതിനേക്കാൾ ബെസ്റ്റ് ആയിട്ടുള്ളൊന്ന് നമ്മളെ കയ്യിൽ കിട്ടിയിട്ടുണ്ടാവും. അത് നിങ്ങളൊന്ന് അനലൈസ് ചെയ്താൽ മതി. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ മുന്നേ പ്രാർത്ഥിച്ചിട്ടുള്ളതിൻ്റെ അതിനേക്കാൾ ബെസ്റ്റ് ആയിട്ടുള്ളൊരു സംഭവം ഡെഫിനറ്റ്ലി നിങ്ങളുടെ ലൈഫിലുണ്ടാവും, എന്തായാലും ഉണ്ടാവും. അത് നിങ്ങളൊന്ന് അനലൈസ് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടും എന്നുള്ളതാണ്. ഒന്ന് ഇരുന്ന് ചിന്തിച്ചാൽ നിങ്ങൾക്ക് കിട്ടും. അപ്പം ഇതാണ് രണ്ടാമത്തെ ഒരു പ്രാർത്ഥന. ചില സംഗതികൾ എന്ത് ചെയ്യും, നമുക്കൊന്ന് ഡിലേ ആയിട്ട് കിട്ടും. ഇതിന് പിന്നിൽ എന്തായിരിക്കും? പലപ്പോഴും നമ്മൾ പറയാറുണ്ട്, ചില ആയുധങ്ങളൊക്കെ അത് ഉപയോഗിക്കാൻ നമുക്ക് എന്ത് ചെയ്യണം,
ഒരു പക്വത വരണം, അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ടൊരു പ്രായം എത്തണം. ഇപ്പം നമ്മളെ ഇന്ത്യൻ ഗവൺമെൻറ് ഇവിടെ നമുക്ക് ലൈസൻസ് തരുന്നത് 18 വയസ്സിന് ശേഷം അല്ലേ. ഇപ്പം നിങ്ങളെ വീട്ടിൽ ചെറിയ കുട്ടികളുണ്ടെന്ന് വിചാരിക്കാം, അവർ കത്തിക്ക് വേണ്ടിയിട്ട് അവരിങ്ങനെ കരയുക, അല്ലെങ്കിൽ അവരിങ്ങനെ ഞാൻ കത്തി ഒന്ന് വേണം, എന്താണ് എനിക്കൊരു ഇന്നൊരു ആവശ്യത്തിനൊക്കെ പറഞ്ഞ് നിങ്ങളടുത്ത് വന്നാൽ നിങ്ങൾ എന്ത് ചെയ്യുക, കത്തിപ്പോൾ തരാൻ പറ്റൂല എന്ന് പറയും. കാരണം എന്താ, കത്തി മേ ബി അവർക്കിപ്പോൾ കൊടുക്കാൻ പറ്റാത്തതല്ല, അത് കൊടുത്താൽ അത് വെച്ചിട്ട് അവർക്ക് എന്തുണ്ടാവും, അപകടം ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. അത് മേ ബി അവർക്കറിയില്ല, എന്നാൽ കുറച്ചും കൂടി ഉയർന്ന ലെവലിൽ നിൽക്കുന്നതുകൊണ്ട് തന്നെ നമുക്കത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഇതുപോലെ തന്നെ അല്ലേ, നമ്മളെക്കാൾ എത്രയോ ഉയർന്ന ലെവലിൽ നിന്നിട്ട്, ഏറ്റവും ഉയരത്തിൽ നിന്നിട്ട് നമ്മളെ വാച്ച് ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മളെ പരിപാലിക്കുന്ന ഒരാൾക്ക് കറക്റ്റായിട്ട് അറിയാം ഈ സമയത്ത് എന്താണോ ഈ പ്രാർത്ഥനയ്ക്കുള്ള ഉത്തരം എനിക്ക് ഹാംഫുൾ ആണോ നല്ലതാണോ മോശമാണോ എന്നുള്ളത് കറക്റ്റായിട്ട് ആൾക്കറിയാമെന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ചില പ്രാർത്ഥനകളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, നമുക്കുള്ള അതിനുള്ള ഉത്തരം ഡിലേ ആയിട്ടാണ് കിട്ടുക എന്നുള്ളതാണ്. അതൊരിക്കലും ആ സമയത്ത് തന്നാൽ നമ്മൾ ഭയങ്കര ജാടക്കാരാവോ അല്ലെങ്കിൽ നമ്മളെന്തോ വലിയ സംഭവമാവോ, ഇതുകൊണ്ടൊന്നുമല്ല. നമുക്കതുകൊണ്ടുള്ള മേ ബി നമ്മളത് കൈകാര്യം ചെയ്യാനുള്ളൊരു പാകം നമുക്ക് എത്തിയിട്ടുണ്ടാവില്ല എന്നുള്ളത് കൊണ്ടുകൂടിയായിരിക്കാം എന്നുള്ളതാണ് എൻ്റെ ഒരു നിഗമനം. ഇതാണ് രണ്ടാമത്തത്. ഓക്കെ, ഇനി മൂന്നാമത്തത് ഒന്നുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ, നമുക്കിത് പ്രാർത്ഥിച്ച ഉടനെ എന്ത് കിട്ടൂല, അതിനുള്ള ഉത്തരം കിട്ടൂല. അതുപോലെ തന്നെ പ്രാർത്ഥിച്ച് കുറേ കഴിഞ്ഞാലും എന്ത് ചെയ്യില്ല, ഉത്തരം കിട്ടില്ല. അങ്ങനത്തെ ചില പ്രാർത്ഥനകൾക്കുള്ള ഉത്തരം പ്രതിഫലമായിട്ട്, ഓക്കെ, എങ്ങനെ റിവാർഡായിട്ട് നമ്മൾ ഇവിടുന്ന് മരിച്ചു ചെന്നതിന് ശേഷം ഹിയർ ആഫ്റ്ററിൽ വെച്ചിട്ട് നമുക്ക് തരുമെന്ന് പറയുന്നുണ്ട്. ഇതിനെപ്പറ്റി ഞാൻ മുന്നേ കേട്ടൊരു സംഭവം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഒരുപാട് പ്രാർത്ഥനകൾ പലപ്പോഴായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ. ഈ പ്രാർത്ഥിച്ച പ്രാർത്ഥനകളിൽ പലതും ഉത്തരം കിട്ടാത്തത് ഒരുപാടെണ്ണം ഉണ്ടാവും. ഈ ഒരുപാടെണ്ണം പടച്ചോൻ നമുക്ക് അവിടെ നിന്ന് ഇങ്ങനെ തരും. ഓക്കെ, ഇങ്ങനെ ഇത് ഇന്ന മോനെ ഇത് അന്ന് ചോദിച്ചതിന് ഉത്തരാട്ടോ, ഓക്കെ, അന്ന് ചോദിച്ചതിന് പ്രാർത്ഥനയ്ക്കുള്ള ഉത്തരമാണ്, അന്ന് തിന്നില്ല, ഇന്നത് റിവാർഡായിട്ട് വെച്ചോ എന്ന് പറഞ്ഞിട്ട് ഇതിങ്ങനെ തന്നുകൊണ്ടിരിക്കും. ഇതിങ്ങനെ കാണുന്ന സമയത്ത് നമ്മൾ മനുഷ്യന്മാരിങ്ങനെ പറയുമെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. എന്താ വെച്ചാൽ മനുഷ്യന്മാർ പറയും, ഓ എൻ്റെ പടച്ചോനെ, ഈ ഒരു പ്രാർത്ഥിച്ചിട്ട് ഉത്തരം കിട്ടാത്ത പ്രാർത്ഥനയ്ക്ക് ഇത്ര പ്രതിഫലം ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ പ്രാർത്ഥിച്ച ഒറ്റ പ്രാർത്ഥനയ്ക്ക് എനിക്ക് എന്ത് വേണ്ടില്ലേ, ഇനി ഉത്തരം വേണ്ടില്ലേ ഇനി. കാരണം അത്രയേറെ റിവാർഡ് എന്തുണ്ട് നമുക്ക് ഇനി വരുന്ന ഒരു ജീവിതത്തിലേക്ക്, ഹിയർ ആഫ്റ്ററിലേക്ക് നമുക്ക് മാറ്റി വെച്ചിട്ടുണ്ടാവും എന്നുള്ളതാണ്. അപ്പം ഇതുപോലെ തന്നെ പറയുന്ന മറ്റൊന്നാണ്, നമ്മൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകൾ ചിലതൊന്നും ആൻസർ ചെയ്യില്ല, പക്ഷെ നമുക്ക് വരുന്ന പല അപകടങ്ങളിൽ നിന്നും അത് നമ്മളെ തട്ടി മാറ്റാറുണ്ട് എന്നുള്ളതൊക്കെ. അപ്പം ഞാനൊരു സംഗതിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, അതെനിക്ക് കിട്ടിയിട്ടില്ല, ബട്ട് ഈ ഒരു സൈഡിൽ എൻ്റെ ലൈഫിൽ വരാനിരിക്കുന്ന എന്തെങ്കിലും ഒരു അപകടത്തിൽ നിന്ന് എന്ത് ചെയ്തിട്ടുണ്ടാവും, അത് തട്ടി മാറ്റിയിട്ടുണ്ടാവും എന്നുള്ളതൊക്കെ പറയാറുണ്ട്. അപ്പം എങ്ങനെ നോക്കുകയാണെങ്കിലും നമ്മൾ പ്രാർത്ഥിച്ച പ്രാർത്ഥന ഒരു തരത്തിലും ലോസ് ആവുന്നില്ല. ഓക്കെ, നമ്മൾ പറയല്ലോ ഒരു കച്ചവടത്തിലൊരു നഷ്ടക്കച്ചവടം എന്ന് പറയല്ലോ, ഇത് ഒരു തരത്തിലും നഷ്ടക്കച്ചവടം ആവുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ എവിടെയെങ്കിലുമൊക്കെ പ്രാർത്ഥിച്ച് നിങ്ങളെ പ്രാർത്ഥനയുടെ ഹോപ്പൊക്കെ പോയി നിൽക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾ എന്ത് ചെയ്യണം, അത് തുടരണം. ഓക്കെ, നമ്മൾ ഈ പ്രാർത്ഥിക്കുന്ന സമയത്ത് നമ്മളും പടച്ചവനായിട്ട് നമ്മളൊരു കണക്ഷൻ ഇട്ടുകൊണ്ടിരിക്കുക അല്ലേ. ഇപ്പം ഞാനും എൻ്റെ പാരൻസും, ഒരു ഉദാഹരണം പറയുകയാണ്, ഞാനും എൻ്റെ പാരൻസും എനിക്കൊരു ഐഫോൺ 17 Pro വേണം. അപ്പോൾ അതിന് ഏകദേശം ഒരു 1.5 ലക്ഷം രൂപയുടെ മുകളിൽ വേണം. അപ്പോൾ എനിക്കെന്ത് വേണം, അവരുടെ അടുത്ത് നിന്ന് ക്യാഷ് കിട്ടണം. അപ്പോൾ ഞാൻ സ്ഥിരമായിട്ട് അവർക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നു, അവരെ വിളിക്കുന്നു, എന്താണോ സെറ്റാണോ, ക്യാഷ് ഉണ്ടോ, റെഡി ആയണോ എന്നൊക്കെ പറഞ്ഞ് ഞാൻ അവരായിട്ടുള്ള കണക്ഷൻ ഇങ്ങനെ നമ്മൾ പറയില്ലേ, സോപ്പിട്ട് ഇങ്ങനെ കൊണ്ടുപോകാമെന്നൊക്കെ പറയില്ലേ, ഈ രീതിയിലാണ് പോകുന്നതെന്ന് വിചാരിക്കുക. എനിക്ക് ആ ഫോൺ കിട്ടുന്നതോടുകൂടി ഞാൻ അവരുമായിട്ടുള്ള ബന്ധം വിട്ടു. പിന്നെ ഞാൻ ഫോണാവുന്നു, എൻ്റെ ഫ്രണ്ട്സ് ആവുന്നു, ട്രിപ്പാവുന്നു, വീഡിയോസ് എടുക്കുന്നു, അതുമായിട്ട് ഇങ്ങനെ എൻഗേജ്ഡ് ആയിട്ട് പോവുകയാണെങ്കിൽ അതൊരു മോശമല്ലേ. അപ്പം മേ ബി അവിടെ അവർക്കിഷ്ടം എന്തായിരിക്കും, ആ ഒരു കണക്ഷൻ ആയിരിക്കും. അപ്പം നമ്മൾ പ്രാർത്ഥിക്കുന്ന ഓരോ പ്രാർത്ഥനകളും എന്താണ്, നമ്മളും പടച്ചവനായിട്ടുള്ള ആ ഒരു കണക്ഷൻ ഇങ്ങനെ ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് കൂടി നമ്മളെ സഹായിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പം ഈ ഒരു ചിന്തയിലൂടെ നിങ്ങൾക്ക് എവിടെയെങ്കിലും ഹോപ്പ് നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ ഹോപ്പിനെ തിരിച്ചെടുത്തുകൊണ്ട്, ഇല്ല, എൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കാതിരിക്കില്ല എന്നൊപ്പം പ്രാർത്ഥനയെക്കുറിച്ചിട്ട് പടച്ചവൻ പറയുന്നത് എന്താണ്, നിങ്ങൾ എന്നോട് ചോദിക്കൂ, ഞാൻ നിങ്ങൾക്ക് ഉത്തരം തരാം അല്ലേ. നിങ്ങൾ എന്നോട് ചോദിക്കൂ, അതിൻ്റെ അടുത്ത വചനം എന്താ, ഞാൻ നിങ്ങൾക്ക് ഉത്തരം തരാം. അവിടെ ഒരു ഡിലേ അല്ല, ഞാൻ നിങ്ങൾക്ക് ഉത്തരം തരാം. അപ്പം ആ ഉത്തരം തരുന്ന രീതിയിലാണ് ഞാൻ ഈ പറഞ്ഞിട്ടുള്ള കുറച്ച് കാറ്റഗറീസ്. അത്
റൈറ്റ് നൗ ഇപ്പോൾ കിട്ടാൻ മതി, ചിലത് കുറച്ച് ഡിലേ ആയിട്ട് നമ്മളതിന് പാകപ്പെട്ടിട്ട് അല്ലെങ്കിൽ അതിന് പാകപ്പെടുത്തിയിട്ട് നമുക്ക് തരും. അല്ലാന്നുണ്ടെങ്കിൽ ഹിയർ ആഫ്റ്ററിൽ നമുക്കത് ഏറ്റവും ഭംഗിയായിട്ടുള്ള രീതിയിൽ നമ്മളെ പടച്ചോൻ തരും എന്നുള്ളത്, അതൊരിക്കലും ഒരു നഷ്ട കച്ചവടമാവില്ല എന്നുള്ളൊരു ബോധ്യത്തോട് കൂടിയിട്ട് നിങ്ങൾ തുടർന്നും പ്രാർത്ഥന മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിൽ പറയാനുള്ളത്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. നിങ്ങൾക്കൊരു ക്ലാരിറ്റി കിട്ടിയിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു. ഈ ഒരു മോഡിലുള്ള നെക്സ്റ്റ് ഒരു വീഡിയോയിൽ മീറ്റ് ചെയ്യാം. താങ്ക് യു സോ മച്ച്.